ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന എക്സാമ്പിൾ എല്ലാവരും പഠിച്ചിരിക്കുന്നു കരുതുന്നു. പ്രസൻറ്റൻസിലെ 7 വാചകങ്ങളാണ് ഞാൻ പറഞ്ഞത്, ആക്റ്റീവും പാസീവും. ആദ്യം ആക്റ്റീവ് വാഷ് ചെയ്ത് തന്നു, പിന്നത്തെ വാചകം പാസീവ്. അങ്ങനെ 7 വാചകങ്ങൾ എഴുതി പ്രസൻറ്റൻസിലെ. അതിൽ 3 പാസീവ്, 4 ആക്റ്റീവ്. അങ്ങനെ 7 വാചകം കഴിഞ്ഞു. ഇത് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. മുമ്പ് പറഞ്ഞത് കാര്യം പ്രിൻസിപ്പിളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുമ്പ് ഇത് നോക്കണം. എന്നാൽ പാസ്റ്റ് ടെൻസിൻ്റെ അതേ എക്സാമ്പിൾ തുടരുകയാണ്. പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് നമ്മളവിടെ ഒരു പാലം പണിയുന്നു പറഞ്ഞു, ദേ ബിൽഡ് എ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഇതാ 4 കഴിഞ്ഞ് 5 എന്നാണ് സിമ്പിൾ പാസ്റ്റ് കൊടുക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് 5, ദേ ബിൽഡ് എ ബ്രിഡ്ജ്. നിങ്ങൾ ബോർഡ് കാണിക്കുമ്പോൾ ഞാൻ നോക്കിയാൽ മതി. പിന്നെ നമ്മൾ പറയണത് ദേ ബിൽഡ് എ ബ്രിഡ്ജ്, ബിൽട്ട് എന്നാണ്. ബിൽഡ് എന്നുള്ളതിന് പകരം ബിൽട്ട് എന്ന് വരും. ബിൽഡ് എന്നുള്ളതിന് പകരം ബിൽട്ട്. അപ്പോൾ സിമ്പിൾ പാസ്റ്റായി. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് വരിക? ദേ ബിൽട്ട് എ ബ്രിഡ്ജ്, അവർ ഒരു പാലം പണിതു. അതിൻ്റെ പാസീവ് എങ്ങനെയാണ് വരിക? ഒബ്ജക്റ്റ് ആദ്യം കൊണ്ടുവരിക. എ ബിൽഡ് വാസ് ബിൽട്ട് ബൈ ദം. എ ബ്രിഡ്ജ് വാസ് ബിൽട്ട് ബൈ ദം എന്നാണ് വരിക. നമ്മൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെയാണ് പഠിച്ചത്? ദേ ബിൽഡ് എ ബ്രിഡ്ജ് എന്നുള്ള പോയത് എ ബ്രിഡ്ജ് ഈസ് ബിൽട്ട് ബൈ ദം എന്നാണ് എഴുതിയത്. അപ്പോൾ ഈസ് ബിൽട്ട് എന്നുള്ള പോയിട്ട് എന്തായി മാറി? വാസ് ബിൽട്ട് എന്നായി സിമ്പിൾ പാസ്റ്റിൽ. ഈ വ്യത്യാസമാണല്ലോ, ഈസ് ബിൽട്ട് എന്നുള്ള പോയിട്ട് വാസ് ബിൽട്ട് എന്നായി. അതാണ് സിമ്പിൾ പാസ്റ്റിൽ വരുന്ന വ്യത്യാസം. അർത്ഥം എന്താ വരിക? പണിയപ്പെട്ടു, ഒരു പാലം അവരാൽ പണിയപ്പെട്ടു. രണ്ടാമത്തെ വാചകം ദേ വർ ബിൽഡിങ് എ ബ്രിഡ്ജ് എന്നാ വരിക. പ്രസന്റ് കണ്ടിന്യൂസിന് പകരം പാസ്റ്റ് കണ്ടിന്യൂസ്. ദേ വർ ബിൽഡിങ് എ ബ്രിഡ്ജ്, അവർ ഒരു പാലം പണിയുകയായിരുന്നു. അത് ആക്റ്റീവ് വോയിസ്. വേർ ബിൽഡിംഗ് എന്നാവും. പ്രസന്റൻസിലാണെങ്കിൽ ആർ ബിൽഡിംഗ് ആയിരുന്നു, അത് പോയിട്ട് വേർ ബിൽഡിംഗ് എന്നായി. ആ വേർ ബിൽഡിംഗ് എ ബ്രിഡ്ജ്, അവർ ഒരു പാലം പണിയുകയായിരുന്നു എന്നുള്ളത് പാസീവ് ഫോം എന്തായി മാറും? എ ബ്രിഡ്ജ് വാസ് ബീയിങ് ബിൽട്ട് എന്നാവും. എ ബ്രിഡ്ജ് വാസ് ബീയിങ് ബിൽട്ട് ബൈ ദം എന്നാവും. ഒരു പാലം അവരാൽ പണിയപ്പെടുകയായിരുന്നു. പണിയുകയായിരുന്നു എന്നുള്ളത് പോയിട്ട് പണിയപ്പെടുകയായിരുന്നു എന്ന് മാറും. ഇനി പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്? പ്രസന്റ് പെർഫെക്റ്റ് ഓർമ്മിച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാൻ എളുപ്പമാണ്. ദേ ഹാഡ് ബിൽട്ട് എ ബ്രിഡ്ജ്. നമ്മൾ പ്രസന്റ്സിലെ പ്രസന്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്? ദേ ഹാവ് ബിൽട്ട് എ ബ്രിഡ്ജ് എന്നാണ്. അത് പോയിട്ട് ദേ ഹാഡ് ബിൽട്ട് എ ബ്രിഡ്ജ് എന്നായി. അപ്പോൾ ഈ ഹാഡ് എന്നുള്ളത് സബ്ജക്റ്റ് ഏകവചനമായാലും ബഹുവചനമായാലും ഹാഡ് തന്നെയാണ്. എന്നാൽ പ്രസന്റ് പെർഫെക്റ്റിൽ അങ്ങനെയല്ല. സബ്ജക്റ്റ് ഏകവചനാണെങ്കിൽ ഹാസും, ബഹുവചനാണെങ്കിൽ ഹാവ് ആണ് വരിക ഫസ്റ്റ് പേഴ്സൺ ആവുമ്പോൾ. ഇനി അപ്പോൾ ദേ ഹാഡ് ബിൽട്ട് എ ബ്രിഡ്ജ്, അവർ പാലം പണിതിട്ടുണ്ടായിരുന്നു. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അറിയാം. വെർബിൻ്റെ ഭാഗത്ത് ഹാഡ് പ്ലസ് V3 കണ്ടാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. എന്താ അതിൻ്റെ മലയാളം? അവർ ഒരു പാലം പണിതിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, അവർ ഒരു പാലം പണിതിട്ടുണ്ടായിരുന്നു. വരച്ചൊക്കെ വെച്ചിട്ട് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ പാസീവ് എങ്ങനെയാണ് വരിക? ഒബ്ജക്റ്റ് കൊണ്ടുവരുമോ? എ ബ്രിഡ്ജ് ഹാഡ് ബീൻ ബിൽട്ട് ബൈ ദം എന്നാവും. ഹാഡ് ബിൽട്ട് പോയിട്ട് പാസീവ് ആകുമ്പോൾ ഹാഡ് ബീൻ ബിൽട്ട് എന്നാവും. പണിയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒരു പാലം അവരാൽ പണിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണിതിട്ടുണ്ടായിരുന്നു പോയിട്ട് പണിയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നായി മാറി. ഈ പ്രസന്റ് ടെൻസിലും പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും തമ്മിലുള്ള വ്യത്യാസം, സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കൃത്യമായി എഴുതി പഠിക്കണം. ഈ 20 വാചകങ്ങൾ എഴുതി പഠിച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വാചകം എഴുതാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങൾക്ക് മലയാളത്തിൽ ഇഷ്ടമുള്ള വാചകങ്ങൾ എഴുതാം, വെർബ് കൈവശം ഉണ്ടാവണമെന്ന് മാത്രം. അപ്പം 3 പാസീവായി. പാസ്റ്റ് ടെൻസിൽ 3 പാസീവായി. സിമ്പിൾ പാസ്റ്റിനുണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസിനുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റിനും പാസീവ് ഉണ്ട്. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് ഇല്ല. അതുപോലെ ദ സെയിം വേ ആസ് ദ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാസ് നോ പാസീവ്. അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാസ് നോ പാസീവ്. അതിന് പാസീവ് ഇല്ല. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ് വരിക? ദേ ഹാഡ് ബീൻ ബിൽഡിങ് എ ബ്രിഡ്ജ്. ദേ ഹാഡ് ബീൻ ബിൽഡിങ് എ ബ്രിഡ്ജ്, അവർ ഒരു പാലം പണിതുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഒരു പാലം പണിതുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. 2020 മുതൽ 2024 വരെ അവർ ഒരു പാലം
ആ കമ്പനി ഒരു പാലം കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, പാലത്തിൻ്റെ പണി കഴിഞ്ഞു അർത്ഥം. അപ്പോൾ ദേ ഹാഡ് ബീൻ ബിൽഡിങ് എ ബ്രിഡ്ജ്. ബിൽഡിംഗ് അല്ല, ബിൽഡിങ്. ബേസ് വെർബിനോട് കൂടി ING ചേർക്കുള്ളതൊക്കെ അറിയണം കേട്ടോ. V1 കൂടി ING ചേരുള്ളൂ, വേറെ ഒന്നിനോട് കൂടി ING ചേരില്ല എന്ന് ഓർമ്മ വെച്ചിരിക്കണം. അപ്പം അവർ ഒരു പാലം കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു എന്ന് വരും. അങ്ങനെ 7 വാചകമായി. പാസ്റ്റ് ടെൻസിലും 7 വാചകം, പ്രസന്റ് ടെൻസിൽ 7 വാചകം ഇൻക്ലൂഡിങ് പാസീവ് ആൻഡ് ആക്റ്റീവ്. അതുപോലെ തന്നെ ഇതിലും പാസീവ് ആക്റ്റീവ് അടക്കം 7 വാചകം. അപ്പോൾ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും അടക്കം 14 വാചകങ്ങളായി. ഇതിപ്പോൾ 7 വാചകമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 7 വാചകം നിങ്ങൾ എഴുതി നല്ലപോലെ പഠിക്കുക. അപ്പോൾ 14 വാചകങ്ങളായി. ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ എഴുതുക. ഞാനൊരു സിനിമ കാണുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് 14 എഴുതുക. ഞാനൊരു സിനിമ ആകുന്നു, ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട്, ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എഴുതി പ്രസൻറ്റും പാസീവും ആക്റ്റീവുമായിട്ട് എഴുതി 14 വാചകം വേറൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾ സ്വയം എഴുതി ഉണ്ടാക്കണം. അപ്പോൾ ഇത് എടുക്കാവുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയാം. ഫ്യൂച്ചർ ടെൻസിൽ 4 വാചകം പഠിക്കാനുള്ളൂ. അപ്പോൾ 14 ആവും. 20 വാചകങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ എത്ര വേണമെങ്കിൽ എഴുതി ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിൽ എഴുതി ഉണ്ടാക്കാം. വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ബോർഡിലേക്ക് നോക്കുക. എക്സാമ്പിളുകളൊന്ന് നോക്കൂ. 5-ാമത്തെ 4 കഴിഞ്ഞ് 5-ാമത്തെ വാചകം, അതായത് പാസ്റ്റ് ടെൻസ് തൊട്ട് 5-ആണ് പറയുന്നത്. ദേ ബിൽറ്റ് എ ബ്രിഡ്ജ്. സിമ്പിൾ പാസ്റ്റ് ആണ്. ദേ ബിൽറ്റ് എ ബ്രിഡ്ജ്. അവനൊരു പാലം പണിതു. അവനൊരു പാലം പണിതു. അതിന് പാസീവ് എ ബ്രിഡ്ജ്. എ ബ്രിഡ്ജ് എന്നുള്ള ഒബ്ജക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബിൽറ്റ് എന്നുള്ള പോയിട്ട് വാസ് ബിൽട്ടായി. ദേ എന്നുള്ളത് ബൈ ദം എന്നായി. അതാണ് ഏജന്റ്. അപ്പോൾ എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദം. ഒരു പാലം അവരാൽ പണിയപ്പെട്ടു. അടുത്തത് ദേ വേർ ബിൽഡിങ് എ ബ്രിഡ്ജ്. പാസ്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ പാസീവ് എന്താ? അതിന്റെ അർത്ഥം എന്താ? അവർ ഒരു പാലം പണിയുകയായിരുന്നു. വാസ് അല്ലെങ്കിൽ വേർ. ഇവിടെ ഹി ആണെങ്കിൽ വാസ വരിക. ഏകവചനാകുമ്പോൾ വാസ്, ബഹുവചനാകുമ്പോൾ വേർ. പണിയുകയായിരുന്നു. അതിന്റെ പാസീവ് എ ബ്രിഡ്ജ്. ഒബ്ജക്റ്റിനോട് എ ബ്രിഡ്ജ് വാസ് ബീയിങ് ബിൽറ്റ് എന്നായി. വാസ് ബീയിങ് ബിൽറ്റ് ബൈ ദം. ഒരു പാലം അവരാൽ പണിയപ്പെടുകയായിരുന്നു. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ്. ദേ ഹാഡ് ബിൽറ്റ്. ഹാഡ് ബിൽറ്റ് എന്ന് കണ്ടാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്നറിയാം. ബ്രിഡ്ജ് അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ പാസീവ് അതിന് മലയാളം അവർ ഒരു പാലം പണിതിട്ടുണ്ടായിരുന്നു. ഹാഡ് ബിൽറ്റ് പണിതിട്ടുണ്ടായിരുന്നു. ഹാഡ് ഗോൺ പോയിട്ടുണ്ടായിരുന്നു. ഹാഡ് സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാസീവ് ഒബ്ജക്റ്റ് കൊണ്ടുവരിക എ ബ്രിഡ്ജ്. ഹാഡ് ബിൽറ്റ് എന്നുകൊണ്ട് ഹാഡ് ബീൻ ബിൽറ്റ്, ഒരു ബീന് ചേർന്നു. ബൈ ദം, ഒരു പാലം അവരാൽ പണിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടുത്തത് 8-ാമത്തെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ദേ ഹാഡ് ബീൻ ബിൽഡിങ് എ ബ്രിഡ്ജ്. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING കണ്ടാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അവർ ഒരു പാലം പണിതുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പണിതുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2020 മുതൽ 25 വരെ. പണിതുകൊണ്ടിരുന്നു 25 അല്ല 24 വരെ. പണിതുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പാലത്തിൻ്റെ പണി കഴിഞ്ഞു, അത് ഇപ്പോൾ ഇല്ല എന്നാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ ഇവിടെ 7 വാചകങ്ങൾ, 4 ആക്റ്റീവ്, 3 പാസീവ്. അപ്പോൾ നേരത്തെ പോലെ 7 14 വാചകങ്ങളായി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ടെൻസ് കഴിഞ്ഞു, പാസീവ് കഴിഞ്ഞു. നിങ്ങൾ അപ്പോഴേക്കും ഒരുവിധം നല്ല സ്റ്റഡി ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. നല്ലപോലെ തയ്യാറാവണം. എൻ്റെ ക്ലാസ് കേട്ടവർക്കെല്ലാം നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. വേണ്ട പോലെ തയ്യാറായി അടുത്ത ക്ലാസ്സിലേക്ക് ഒരുങ്ങി വരിക. താങ്ക് യു.